ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതേ അമ്മ ഇതേ ബാക്കിലെല്ലാം എടുത്ത് റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ചിക്കൻ കറി ഇതേ മുന്നേ ഉണ്ടാക്കിയ ദോശ എല്ലാ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇവിടെ വെച്ച് കുറച്ചുകൂടെ എന്താ പറയുക ഈസി ആയിട്ട് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ അരി കയ്യിലിടുന്ന ഉറയുണ്ടല്ലോ, കയ്യറൊന്നും നമ്മൾ ഇടാതെ ഭയങ്കര നാച്ചുറലായിട്ടാണ് അരിയുന്നത്. കയ്യറയുടെ ഒന്നും ആവശ്യം നമുക്കില്ല. കാരണം കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഭയങ്കര ശീലിച്ചുകൊണ്ട് കൈയൊക്കെ ഇടയ്ക്ക് മുറിയും, പക്ഷേ കയ്യോറ നമ്മൾ യൂസ് ആക്കാറില്ല. അതാണ് എളുപ്പം. നമ്മൾ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് പ്രാക്ടീസായി കണ്ണടച്ചാണ് ഇത് അരിയാൻ പറ്റുന്നത്. കണ്ണടച്ചല്ലേ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ, കാരണം ഇത് സവോളയാണല്ലോ. അയ്യോ, വേണ്ട ഉള്ളിയല്ല, നമ്മളിപ്പോൾ വേണ്ട സവോളയെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്ത്. പിന്നെ നമ്മളിവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് സ്റ്റീൽ പ്ലേറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ എടുക്കും. പക്ഷേ എന്നാലും കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്ന ഈ ഫാബ്രിക് പ്ലേറ്റോ അങ്ങനെയാണ്ട് ഒരു സാധനമില്ല, അതിലല്ല. അത് ഭയങ്കര നഷ്ടമാണ്. പണ്ടിവിടെ അതിലാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ നമുക്ക് എല്ലാം കൊണ്ടും പാടാം. ഇപ്പം സ്റ്റീലാണെങ്കിൽ വലിച്ചെറിഞ്ഞാൽ പോലും പൊട്ടത്തില്ല. ഇതിനി ഇത് വഴറ്റണം. അതിന് മുമ്പ് നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ മിക്സിയിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി സബോള ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് എടുക്കണം. അപ്പം ഞാനത് കാണിക്കുന്നില്ല, കാരണം ഞങ്ങളുടെ മിക്സി എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ഒട്ടും കോപ്പറേറ്റ് ചെയ്യാത്തൊരു മിക്സി ആയതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അത് ചതച്ചെടുത്തിട്ട് കാണിക്കാം. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ ഇതാ ഇപ്പം വളർന്നു വരുന്ന കലാകാരിയെ കുഞ്ഞിലുള്ളി. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണി കുഞ്ഞിടം കയ്യിൽ നെല്ലി കുരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളിക്കൂം നേരം മഞ്ഞടി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിനെയുന്ന പുല്ലാണിക്കാട്ടിൽ കന്നിമാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൻ പാദസ്വരങ്ങൾ കേൾക്കാം. കുഞ്ഞി മഞ്ചാടി കുഞ്ഞേറാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണി കുഞ്ഞിളം കയ്യിൽ മെല്ലെ ഗൈസ്. അങ്ങനെ നമ്മളിതേ ചട്ടിയല്ല ഇതിൻ്റെതാ ചൂടായപ്പം ഈ പാത്രം ചൂടായപ്പോഴത്തേനും കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനാണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിത് കടുകിടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളി ഇഞ്ചി സബോള പേസ്റ്റ്, അപ്പോൾ നമുക്കിതുകൂടി ഇട്ട് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മളിത് അടുക്കളയിൽ നിന്ന്
ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലൈറ്റ് വെക്കാനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് മാറ്റി ഇത് ഇങ്ങോട്ട് സെറ്റ് ചെയ്തത്. അപ്പൊ നമ്മളാണെങ്കിൽ പാത്രം ഇതുപോലെ ചൂടാക്കിയിട്ട് ചൂടായപ്പോഴത്തേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ സബോളയൊക്കെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം സബോള വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാണ്. അപ്പൊ നമ്മൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പം ഇതിലും ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി കറി വെക്കുമ്പോഴത്തേക്കിനും ഉപ്പ് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ, അന്നിട്ട് കാണാം. ഇപ്പം ചിക്കൻ മസാല, മുളക് പൊടി, മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മളിത് ഇവിടെ വടറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ദോശയും ചിക്കൻ കറിയും എത്ര പേരങ്ങനെ കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും പറയുന്നു ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള കോംബോ ആണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഞാനിപ്പോൾ ചിക്കനും ദോശയൊക്കെ കഴിക്കുമ്പോൾ അതങ്ങനെ കഴിക്കത്തില്ല, ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് നല്ല അടിപൊളി ഒരു കോംബോയാണ്. മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ടെന്ന് തോന്നുന്നല്ലേ? ഗൈസ്, അങ്ങനെ നമ്മൾ ഉള്ളി വഴറ്റി സബോള ഇപ്പം കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടികൾ അതിലോട്ട് ഇടണം. കാരണം ഉള്ളി നമുക്ക് എന്തേരം വഴറ്റാവും അത്രയും വഴന്ന് വരുമ്പോഴത്തേക്കിനാണ് കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുന്നത്, മീൻസ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഉള്ളി ഇത്രേ വഴറ്റുന്നുള്ളൂ. കാരണം ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഓൾറെഡി അത് പിന്നെയും വേകുമല്ലോ. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ ഇത് വേവിക്കുന്നില്ല. ഇത് ഈ ഒരു പരുവമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അതിൽ മുളക് പൊടിയും ചിക്കൻ മസാലയും മാത്രമേ ഉള്ളൂ ഇടുന്നത്. ഇതിന് കഴിയും കൂടെ ഒഴിക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. കാശ്മീരി ചില്ലിയാണ്, അപ്പം അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ടാവും, പക്ഷേ എരിവ് കുറവായിരിക്കും. ഇതുണ്ട് ലഹരിയും കഴുകിയും കൂടെ ഒന്ന് ഒഴിക്കുകയാണ്. ചിക്കൻ കഷ്ണം എടുത്ത് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അധികം വെള്ളം ഒഴിക്കാതെ ഇതിനകത്ത് ഇതൊന്നൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി നമ്മളിങ്ങനെ വെക്കുക. തീ കുറച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് വെക്കുക. നമ്മളായിട്ട് ഓൾറെഡി ഉപ്പിട്ടിരിക്കുന്ന കാരണം നമ്മളിപ്പോൾ ഉപ്പ് നോക്കണ്ട. അതിങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് ചില നമ്മൾ സാധാരണ വറുത്തുണ്ടാക്കത്തില്ലേ, വറുത്ത ഈ എണ്ണ ഇതിനകത്ത് കിടന്നുണ്ട് ഇതിനകത്ത് കിടന്ന് തന്നെ ആ ഒരു ഗ്രേവിയുടെ ഫ്ലേവർ എല്ലാം ചിക്കനിൽ നല്ലപോലെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഓൾറെഡി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാം. അതുവരെ നമ്മളിത് ചെറിയ ഫ്ലെയിമിൽ നമ്മളിങ്ങനെ എടുത്ത് ഇട്ട് വെക്കും. കരിയാപ്പിലിട്ടില്ല, നമ്മൾ നാളെ രാവിലെ കരിയാപ്പിലിടാം. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് മുന്നിൽ ഇറങ്ങി പോകാൻ മടിയാണ്. അതുകൊണ്ട് കരിയാപ്പില നാളിടാം. എടുത്തിട്ട കരിയാപ്പില ഇരിപ്പില്ല. നമ്മൾ കരിയാപ്പില സ്റ്റാൻഡിൽ പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഗ്രേവിയിലോട്ട് ചിക്കൻ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം അതിൽ ഓൾറെഡി ഗ്രേവിയിൽ കുറച്ച് ചാറ് പോലെയാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്ന ടൈമിൽ നല്ലപോലെ ഗ്രേവി അതിൽ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതന്നെ അത് അനുസരിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മളങ്ങനെ ഗ്രേവി അധികം എന്തേലും തിക്കായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ പരിപാടിയൊന്നുമില്ല, നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത് വേകുമ്പോൾ അങ്ങനെ നമ്മൾ ചക്കയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരി ചക്കപ്പുഴുക്കൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ല ചൂടാണ്, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടാണ്.
ഒന്നാമത്തെ കാര്യം എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറി ഇഷ്ടമാണ്. പക്ഷേ ഈ ചക്കയും മീൻ കറിയെക്കാട്ടിലും എനിക്ക് ഈ കോംബോ ഇഷ്ടമുള്ളത് ഈ ചിക്കനും ചക്കയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാതെ വരെ ടാറ്റാ.